ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളോ, അതായത് ശാരീരിക തലത്തിലായാലും മാനസിക തലത്തിലായാലും അതിനെ വെറുതെ വിടാൻ നമുക്ക് ആവണം. അതിനെക്കുറിച്ച് അമിതമായിട്ട് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തും. തുടക്കത്തിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സമാധാനത്തോടെ അതിനെ വിടുമ്പോൾ നമുക്ക് ശാന്തരാകാൻ സാധിക്കും. നമ്മുടെ ജീവിതം ശാന്തമാകും. ജീവിതം ലാളിത്യം നിറഞ്ഞതായിരിക്കണം. ലളിതമായി ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ലളിതമായ മനസ്സ് നമുക്ക് ഉണ്ടാകും. ആ മനസ്സ് ശുദ്ധമായ മനസ്സാണ്. ശുദ്ധമായ മനസ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ശുദ്ധമാകും, നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമാകും, നമ്മുടെ മനസ്സ് ശാന്തമാകും, ജീവിതം ശാന്തമാകും. നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യണം. അത് നാളത്തേക്ക് മാറ്റിവെക്കുമ്പോൾ അത് ഭാരമായിട്ട് മാറും. അത് നമ്മുടെ മനസ്സിനെ ഭാരമാക്കും, ജീവിതത്തെ ഭാരമാക്കും. അതേപോലെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിച്ച് വേദനിക്കരുത്. അതിനെ നമുക്ക് വെറുതെ വിടാൻ ആവണം. വെറുതെ വിടുമ്പോഴാണ് അത് നമുക്ക് ഭാരമാകാതെ ഇരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും. അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളും വികാരങ്ങളും ആണെങ്കിൽ ശരിയായ രീതിയിൽ ഉറക്കം നമുക്ക് കിട്ടില്ല. നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് അസ്വസ്ഥരായിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുക. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ നിഷേധാത്മകമായിട്ടുള്ള ചിന്തകളെയും വേദനകളെയും സംഘർഷങ്ങളെയും എല്ലാം നമ്മൾ വിടണം. അതിന് കുറച്ചു നേരം നമ്മൾ ശാന്തമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ധ്യാനം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ എല്ലാം നമുക്ക് വിട്ടുകൊടുത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ ശാന്തമായിട്ടുള്ള ഉറക്കമാണ് നമുക്ക് കിട്ടുക. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ ശാന്തമായിട്ട് എഴുന്നേൽക്കാൻ കഴിയും. പിറ്റേ ദിവസം ശാന്തമായിട്ട് നമുക്ക് ആ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. ഈ ശാന്തത നമുക്കൊപ്പം ചേർന്ന് നടക്കും. ഇതേപോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അതേപോലെ നമ്മളോടൊപ്പം ഇരിക്കുക, നമ്മുടെ യഥാർത്ഥ പ്രകൃതത്തോടൊപ്പം ഇരിക്കുക. നമ്മുടെ യഥാർത്ഥ പ്രകൃതം എന്ന് പറയുന്നത് കരുണ, സ്നേഹം, ദയ, ശാന്തി, സ്വാതന്ത്ര്യം. അതിനോടൊപ്പം ഇരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുത്ത് നമ്മൾ ഓരോ ദിവസവും അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തരുത്. അവരിൽ നമ്മൾ കുറ്റങ്ങളും കുറവുകളും കാണാൻ പാടില്ല. താരതമ്യം ചെയ്യാനും വിലയിരുത്താനും വിധി കൽപ്പിക്കാനും പാടില്ല. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ ശുദ്ധമാവില്ല, നമ്മുടെ മനസ്സ് ശുദ്ധമാവില്ല. അത് നമ്മെ സ്വാതന്ത്ര്യമില്ലായ്മയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതേപോലെ നമ്മളെ കുറ്റപ്പെടുത്തരുത്. നമ്മളിൽ കുറവുകൾ കാണരുത്. വേറൊരാളുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യാൻ പാടില്ല. ഇതും നമുക്ക് ശാന്തത തരില്ല. ശരിക്കും അന്നേരം ആ സമയത്തൊക്കെ നമ്മൾ പിറകോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അതായത്
ശുദ്ധമായ ചിന്തയിലും ശുദ്ധമായ കാഴ്ചപ്പാടിലും ശുദ്ധമായ പ്രവൃത്തികളിലും നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ശരിക്ക് ആ സമയത്താണ് നമ്മൾ മുന്നോട്ട് സമാധാനത്തോടെ പോകുന്നത്. അതേപോലെ നമുക്ക് ഒരാഗ്രഹമുണ്ട്, ചിന്തയുണ്ട്. അതായത് എൻ്റെ ചിന്താഗതിക്ക് അനുസരിച്ചായിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന്. ആ സമയത്ത് നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളെ നമ്മൾ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് വേദന ഉണ്ടാക്കും. നമ്മൾ ചിന്തിക്കണം. കാരണം ഞാൻ ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ കുറച്ച് സമയമെടുക്കും. ആ സമയം കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സമാധാനത്തോടെ ശാന്തിയോടെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കണം. അതേപോലെ കുറച്ച് സമയം നമ്മൾ പ്രകൃതിയോടൊപ്പം ഇരിക്കുക, നിശബ്ദമായിട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. നമ്മുടെ ശരീരത്തിലും മനസ്സിലും ചിന്തകളും വികാരങ്ങളും ഏത് രീതിയിലാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന് വെറുതെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. സൂക്ഷ്മമായിട്ടുള്ള ആ നിരീക്ഷണം നമുക്കുണ്ടാകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശാന്തമാകുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും. നിശബ്ദമായിട്ട് നമ്മളൊരു പൂന്തോട്ടത്തിലിരിക്കുകയാണെങ്കിൽ ആ പൂക്കളുടെ മനോഹരതയും അതിൻ്റെ സുഗന്ധവും ആസ്വദിക്കുക. വെറുതെ നമ്മൾ നോക്കുക മാത്രം ചെയ്യുക. നമ്മുടെ ഒഴിഞ്ഞ അവസ്ഥയിൽ നമ്മൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ശരിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുതായൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതേപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഓരോ നിമിഷവും നമുക്ക് സമാധാനപ്പെട്ട് ജീവിക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണ ശ്രദ്ധയോടെ അതിൽ അലിഞ്ഞ് ചെയ്യുക. ഇപ്പം നമ്മളൊരു ചെറിയൊരു കല്ലെടുക്കുകയാണ്. ആ കല്ലെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ മൃദുത്വം, അതിൻ്റെ ആയിട്ടുള്ള ആ നോക്കുന്ന ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു സുഖം എല്ലാം പൂർണ്ണമായും അർപ്പിച്ച് ചെയ്യുക. അതേപോലെ നമ്മളൊരു പൂവ് നോക്കുന്ന സമയത്ത് അതിൻ്റെ സുഗന്ധം, അതിൻ്റെ മനോഹരത എല്ലാം വളരെ ശ്രദ്ധയോടെ അതിൽ അലിഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സ് പ്രസന്റ് മൊമെൻറ്റ്സിലാണ്, ഈ നിമിഷത്തിലാണ്, വർത്തമാനകാലത്തിലാണ്. നമ്മുടെ മനസ്സ് വർത്തമാനകാലത്തിലാകുന്ന സമയത്ത് നമുക്ക് വളരെയധികം സമാധാനം കിട്ടും. നമ്മുടെ ചിന്തകളെ നമ്മൾ എപ്പോഴും ശുദ്ധമാക്കി വെക്കണം. നമ്മളെ ചിന്തകളെ ശുദ്ധമാക്കി വെക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നത്. അത് ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നൽകും. അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ നമ്മുടെ മനസ്സിന് ഒരുക്കിയിട്ട് നമ്മൾ കൊടുക്കുക. ഏതൊരു കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും അതിൽ അലിഞ്ഞ് ചെയ്യുക. ശരിക്ക് ഒഴിഞ്ഞ മനസ്സോടെ നമ്മൾ ചെയ്യുക. മൗനം അനുഭവിച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ നടക്കുകയാണെങ്കിൽ ആ നടക്കുകയാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുകയാണെന്നുള്ള ആ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ആഹാരം കഴിക്കുകയാണെങ്കിൽ ആഹാരം കഴിക്കുക എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് വേദനയുണ്ട്, ഞാൻ വേദനിക്കുന്നു എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുമ്പോൾ തന്നെ, നമ്മുടെ വേദനയെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, അതിനെ ശാന്തമായി നോക്കുമ്പോൾ തന്നെ ആ വേദന തണുക്കുന്നതായിട്ട് നമുക്ക് അറിയാനും അനുഭവിക്കാനും സാധിക്കും. ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സമാധാനം നമുക്കൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നമ്മൾ. അതേ സമയത്ത് സമാധാനത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ അലഞ്ഞ് തിരിയണ്ട. സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയും നമ്മൾ പോകണ്ട. ശരിക്ക് ഇങ്ങനെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ സമാധാനം, ശാന്തി, സ്നേഹം, സ്വാതന്ത്ര്യം എല്ലാം എൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പം അത് നമുക്ക് ആഴത്തിൽ അനുഭവിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഒരു ദിവസം നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്.
അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കി കൊടുക്കലിലാണ് ഇതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പം അതിന് ഒരുക്കി കൊടുക്കാനും അതിൽ ജീവിക്കാനും നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ